അതായത് പണ്ട് പറയുന്നില്ലേ, ഈ മാറ്റി വയ്ക്കുന്ന കല്ല് മൂലക്കല്ലായി മാറുന്നു, തള്ളിക്കളയുന്ന കല്ല് മൂലക്കല്ലായി മാറുന്നവരില്ലേ, അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. തള്ളിക്കളഞ്ഞാൽ മൂലക്കല്ലായിട്ട് വരും. തള്ളിക്കളയാൻ സാധ്യതയില്ല, മൂലക്കല്ലായി വരാനും സാധ്യതയുണ്ട്. താങ്കളുടെ ശ്രദ്ധ ഇപ്പൊ പിന്നിലാന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും പിന്നിൽ നിന്ന് ആരെങ്കിലും കുത്തുന്നുണ്ടോ? നോക്കണം. വലിയ കുഴപ്പക്കാരല്ല പിന്നിൽ, പത്രക്കാരെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ലാതെ ഇപ്പൊ സ്വാഭാവികമായിട്ടും പിന്നിൽ നിന്ന് പല ഉത്തരവും ഉണ്ടായിട്ടാണല്ലോ ഇപ്പൊ ഡൽഹിയിലേക്ക് പോയത്. അതെ. അപ്പോൾ അതെങ്ങനെയാണ്? അത് എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ 20 സിറ്റിംഗ് MLA-മാർക്ക് സീറ്റ് കൊടുക്കാൻ പാർട്ടി തീരുമാനിച്ചു. അപ്പോൾ ഹൈക്കമാൻഡ് എൻ്റെ പേര് മാത്രം മാറ്റിവെച്ചു. എനിക്കുള്ള സമാനമായ ആരോപണങ്ങളുള്ള ആളുകൾ കേരള രാഷ്ട്രീയത്തിൽ മുൻപും ഇപ്പോഴും ഉണ്ട്. ഞാനിതിൽ യഥാർത്ഥത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത ആളാണ്. ഞാനത് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. കോടതി എനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഉത്തരവ് സെഷൻസ് കോടതിയും ഹൈക്കോടതിയും നൽകിയിട്ടുണ്ട്. സെഷൻസ് കോടതിയിൽ കേസ് വന്നപ്പോൾ മറ്റുള്ളവർ പറയുന്ന പോലെയല്ല, ഞാൻ സെഷൻസ് കോടതിയിൽ അപേക്ഷ കൊടുത്തു. എൻ്റെ ട്രയൽ പെട്ടെന്നാക്കി തന്നെ, എൻ്റെ വാദം പെട്ടെന്ന് കേൾക്കണം, ഇലക്ഷൻ മുമ്പേ തീർക്കണം, ഞാൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞപ്പോൾ കോടതി അംഗീകരിച്ചു. അംഗീകരിച്ചതിന് ശേഷം ഞാൻ A1, A2, A3 വേറെ വക്കീലാണ്. അവർ ആ കോടതിയിൽ ഡിസ്ചാർജ് പെറ്റീഷൻ ഫയൽ ചെയ്തു. ഡിസ്ചാർജ് പെറ്റീഷൻ ഫയൽ ചെയ്തപ്പോൾ അവർക്ക് 1 മാസം 1.5 മാസം സമയമെടുത്തു. ആ സമയം എടുത്തപ്പോഴേക്കും അവിടുത്തെ ജഡ്ജി മാറിപ്പോയി. ജഡ്ജി 1 മാസം മാറാ, ജഡ്ജി കേസ് കേട്ടില്ല. പിന്നീടാണ് ആ ഡിസ്ചാർജ് പെറ്റീഷൻ വന്ന് ആ ഡിസ്ചാർജിന് തള്ളിയപ്പോൾ അവർ ഹൈക്കോടതിയിലേക്ക് അപ്പീലിന് പോയിരിക്കുകയാണ്. അതാണ് സംഭവം. ആ സമയത്താണ് 26 കേസ് പരിഗണിക്കുന്നു എന്ന് പറഞ്ഞാൽ 26 എൻ്റെ വിധി പറയുന്നു എന്നല്ല അർത്ഥം. ഓരോ കേസും ഓരോ ഡേറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. താങ്കളുടെ കാര്യത്തിൽ പറയട്ടെ, ഇത് 26 പരിഗണിക്കുന്നു പറഞ്ഞാൽ 26 എന്നെ കുറ്റക്കാരനായി വിധിച്ച് കോടതി അയക്കുന്നത്. എൻ്റെ കുറ്റപത്രം പോലും വായിച്ചു. കുറ്റപത്രം വായിക്കുന്ന മുമ്പിൽ ചാർജ് ഫ്രെയിമിംഗ് ആണ് ഇരിക്കുന്നത്. അങ്ങനെക്കെതിരെ ആരോപണം, സമാന ആരോപണങ്ങൾ നേരിടുന്ന ആളുകൾ മുന്നണിക്കകത്ത് മത്സരിക്കുന്നുണ്ട്. എനിക്കെന്താണ് ഈ കാര്യത്തിൽ അയോഗ്യത എന്നുള്ളത് പാർട്ടി പറയേണ്ട ഒരു കാര്യമാണ്. അല്ല, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, അവർക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇത് AICC പ്രസിഡന്റ് കയ്യിലാണ് ഫയല്. അവർ ഇതുവരെയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. ഞാൻ പ്രഖ്യാപിക്കട്ടെ, അന്നേരം പ്രതികരിക്കാം. എന്തെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ സംശയിക്കുന്നുണ്ടോ? കാരണം കോൺഗ്രസിൽ ഇപ്പോൾ ഗ്രൂപ്പീസും ഇല്ലല്ലോ. ഗ്രൂപ്പീസും ഇല്ല. എന്തുകൊണ്ട് അങ്ങയുടെ മാത്രമേ അനീതി? എന്നോട് അനീതി എന്ന് പറയുന്നത് ഇപ്പോൾ പറയാൻ പറ്റുന്ന കാര്യമല്ലേ? സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം പറയാവുന്ന കാര്യമല്ലേ? ലോകത്ത് നീതിയുമുണ്ട്, അനീതിയുമുണ്ട്, സത്യവുമുണ്ട്, അസത്യവുമുണ്ട്. ലോകത്ത് ദൈവവുമുണ്ട്, പിന്നെന്നുള്ള പിശാചുമുണ്ട് എന്ന് പറഞ്ഞ പോസിറ്റീവ് എനർജി ഉണ്ട്, നെഗറ്റീവ് എനർജി ഉണ്ട്. എന്നോട് നല്ല ചോദ്യം ചോദിക്കുന്നവരുണ്ട്, എന്നോട് മോശപ്പെട്ട ചോദ്യം ചോദിക്കുന്നവരുണ്ട്, എന്നെ നന്നായി കാണുന്നവരുണ്ട്, എന്നെ മോശക്കാരനായി കാണുന്നവരുണ്ട്. ഈ സമൂഹത്തിൽ എല്ലായിടത്തും